ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഹെയർ ബാൻഡും ഹെയർ ക്ലിപ്പാണ്. വളരെ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായി നമ്മൾ ഒരു വയർ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഗ്ലിറ്റർ ട്യൂബ് ബാക്കി വന്നതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ എൻഡിലായിട്ട് ഒരു ബീഡും ഒരു എൻഡ് ക്യാപ്പും വെച്ച് കൊടുക്കുന്നുണ്ട്. B6000 ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലിറ്റർ ട്യൂബിൻ്റെ സൈസ് വരുന്നത് 15 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കുറവാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ബീഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ ഗ്ലിറ്റർ ട്യൂബും മറ്റേ സൈഡിൽ നമ്മൾ ബീഡ്സ് തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. എൻഡ് ക്യാപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം മറ്റേ സൈഡിലൂടെ നമ്മൾ 2 ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ ആൽഫബറ്റിക് ബീഡ്സ്. അത് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നും മേടിക്കാം കേട്ടോ. ഒരു നെയിം ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു വൈറ്റ് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും നെയിം ബീഡ് ഇട്ട് കൊടുക്കുന്നു, വീണ്ടും വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഈ ഹെയർ ബാൻഡ് നമുക്ക് കസ്റ്റമേഴ്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവർ പറയുന്ന രീതിയിൽ നമ്മളിങ്ങനെ നെയിം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹെയർ ബാൻഡും കൂടിയാണ് കേട്ടോ ഇത്. നമുക്ക് ചിലവായ മെറ്റീരിയൽസിൻ്റെ റേറ്റും മേക്കിംഗ് ടൈമും ഒക്കെ കൂട്ടിയിട്ട് വേണം കേട്ടോ നമ്മൾ ഇതിൻ്റെ റേറ്റ് ഇടാൻ വേണ്ടിയിട്ട്. നെയിം എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് മറ്റേ സൈഡ് ഗ്ലിറ്റർ ട്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബീഡ്സ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ വയർ ഹെയർ ബാൻഡിൽ കൊള്ളാവുന്ന അത്ര ബീഡ്സ് നമ്മൾ മാക്സിമം ടൈറ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അവസാനമായി നമ്മൾ എൻഡ് ക്യാപ്പാണ് വെച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് ഗമ്മ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എൻഡ് ക്യാപ്പിൻ്റെ കറക്റ്റ് അതിൻ്റെ എല്ലാ പോർഷനും ഉള്ളിലേക്കാവുന്ന രീതിയിൽ, എന്നാൽ നമ്മുടെ വയർ ഹെയർ ബാൻഡ് പുറത്തേക്ക് കാണാത്ത രീതിയിലും വേണം കേട്ടോ നമ്മളത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നെയിം ഹെയർ ബാൻഡ് നമ്മുടെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഹെയർ ക്ലിപ്പാണ്. ഗ്ലിറ്റർ ട്യൂബ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് 15 സെൻറ്റിമീറ്റർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഇതളുകളായിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയ സൈസിൻ്റെ അളവ് വരുന്നത് 3 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ 5 എണ്ണം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഗിയർ വയറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഗിയർ വയർ യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഉള്ളിൽ ഒരു ഹോളില്ലേ, ആ ഹോളിലൂടെ ഗിയർ വയർ ഒന്ന് കടത്തി വിടുക. എന്നിട്ട് നമ്മൾ അതൊന്ന് മടക്കിയിട്ട് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ബാക്കി 4 ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് ഇങ്ങനെ ഇതളുകളാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ബാക്കി വന്ന ഗ്ലിറ്റർ ട്യൂബ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ ഹെയർ ക്ലിപ്സ് ഒക്കെ ചെയ്തെടുക്കാം. അങ്ങനെ 5 എണ്ണം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു കോട്ടൺ ക്യാൻവാസോ അല്ലെങ്കിൽ നമ്മുടെ ഫോം ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അതിലേക്ക് നമ്മൾ B6000 ഗമ്മ് യൂസ് ചെയ്തിട്ട് ഈ ഇതളുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ഫ്ലവർ രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്കായി നമ്മൾ ഒരു ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഗമ്മ് വെച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഫ്ലവർ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ടിക് ടാക്ക് സ്ലൈഡിലാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അലിഗേറ്റർ ക്ലിപ്പോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടുത്തത് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഗ്ലിറ്റർ ട്യൂബ് വെച്ചുകൊണ്ട് തന്നെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു സ്ലൈഡാണ് കേട്ടോ. ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പശ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവസാന ഭാഗം നമ്മൾ കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഒട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ ടിക് ടാക്ക് സ്ലൈഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് സ്ലൈഡും ഹെയർ ബാൻഡും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.